ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിലൊപ്പം നമ്പർ പോട്ടെ ഇനി കേട്ടോ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. കം ലെറ്റ്സ് ഗോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് എന്താ ഇന്ന് ഞാൻ നല്ലൊരു എക്സൈറ്റ്മെൻറ്റിലാണ്. സോ നമ്മൾ തപ്നീൽ കണ്ട പോലെ തന്നെ ഇന്ന് എൻ്റെ ബ്രദറ് ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വരാണ്. അപ്പോൾ പുള്ളിക്കാരൻ ഇന്നലെ മീൻസ് ശനിയാഴ്ച ഒരു 10 മണിക്കായപ്പോൾ ഫ്ലൈറ്റിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു 3 മണി 3:30 ആകുമ്പോൾ ഇറങ്ങും. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വന്നേക്കുന്നത്. അപ്പോൾ എയർപോർട്ടിലേക്ക് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് എയർപോർട്ടിൽ നിന്ന് നമ്മൾ ബ്രദറിന് എടുക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ ഒരു വീഡിയോ എത്രമാത്രം സക്സസ് ആവണമെന്നില്ല. പിന്നെ എൻ്റെ ഈ വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ എന്തെങ്കിലും ഒന്ന് ക്ഷമിക്കുക. ഡയറക്റ്റായിട്ട് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിക്കുക കേട്ടോ. ഓക്കെ. പിന്നെ വോയിസ് ഓവറല്ല, ഡയറക്റ്റായിട്ട് ഇൻട്രോ മാത്രം ഞാൻ ഡയറക്റ്റായിട്ട് വീഡിയോ എടുക്കുന്നുള്ളൂ. മറ്റ് വീഡിയോയിൽ ഞാൻ ഡയറക്റ്റായിട്ട് വോയിസ് ഓവർ എടുക്കുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ വണ്ടിയിലല്ലേ. അപ്പം അതുകൊണ്ട് ഈ ഒന്നാമത് ഇട്ടായിരിക്കും. പിന്നെ രണ്ടാമത്തെ വെച്ച് കഴിഞ്ഞാൽ വീഡിയോ എടുക്കും. പറ്റാവുന്ന സാഹചര്യം ഞാൻ എടുത്തൊന്നുമില്ല. കാരണം ഇതിലേക്കായിരിക്കും ബ്രദറെ വിളിക്കുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ നമ്മുടെ ഫോണിലാണ് വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പറ്റാവുന്ന ക്ലിപ്സുകളൊക്കെ ഞാൻ എടുക്കാം. ഓക്കെ. പിന്നെ എൻ്റെ ഫോണിലാണെങ്കിൽ എടുക്കാനും പറ്റത്തില്ല. കാരണം ചെറുതായിട്ട് സ്റ്റോറേജിൻ്റെ കംപ്ലൈൻറ്റ് ഉണ്ട്. പിന്നെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഫോണിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിൽ തന്നെ വീഡിയോ എടുക്കുന്നത്. എല്ലാവരും കിടന്നുറങ്ങുകയാണ്. ആരും എണീറ്റിട്ടില്ല. ഉമ്മ, വാപ്പ, പിന്നെ അതുപോലെ തന്നെ താത്ത, ബാബിയും എല്ലാവരും കിടന്നുറങ്ങുകയാണ്. ഞാൻ മാത്രം നേരത്തെ എണീറ്റിട്ടുള്ളൂ. ഇപ്പോൾ സമയം 2 മണിയായിട്ടുണ്ട്. 2:09 നമുക്ക് വീഡിയോ എടുക്കാനുള്ളത് കൊണ്ടാണ് ഞാൻ എത്ര നേരത്തെ എണീറ്റിരിക്കുന്നത്. അല്ലെങ്കിൽ ഞാനൊരു 3 മണിക്കാവുമ്പോൾ എണീക്കുള്ളൂ. അപ്പം നമുക്ക് ഫ്രഷ് ആയിട്ട് കാണാം. പിന്നെ ഒന്നുകൂടെ പറയാനാണ്, ഡയറക്റ്റായിട്ട് വോയിസ് ഓവർ കൊടുക്കുന്നില്ല. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിക്കുക കേട്ടോ. ഓക്കെ. ഞാൻ വേഗം പോയിട്ട് റെഡി ആയിട്ട് വരാം. ഓക്കെ. അപ്പോൾ നമുക്ക് റെഡി ആയിട്ട് കാണാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഞാൻ നല്ലൊരു എക്സൈറ്റ്മെൻറ്റിലാണ്. സോ നമ്മൾ തപ്നീൽ കണ്ട പോലെ തന്നെ ഇന്ന് എൻ്റെ ബ്രദറ് ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വരാണ്. അപ്പോൾ പുള്ളിക്കാരൻ ഇന്നലെ മീൻസ് ശനിയാഴ്ച ഒരു 10 മണിക്കായപ്പോൾ ഫ്ലൈറ്റിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു 3 മണി 3:30 ആകുമ്പോൾ ഇറങ്ങും. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വന്നേക്കുന്നത്. അപ്പോൾ എയർപോർട്ടിലേക്ക് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് എയർപോർട്ടിൽ നിന്ന് നമ്മൾ ബ്രദറിന് എടുക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ ഒരു വീഡിയോ എത്രമാത്രം സക്സസ് ആവണമെന്നില്ല. പിന്നെ എൻ്റെ ഈ വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ എന്തെങ്കിലും ഒന്ന് ക്ഷമിക്കുക. ഡയറക്റ്റായിട്ട് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിക്കുക കേട്ടോ. ഓക്കെ. പിന്നെ വോയിസ് ഓവറല്ല, ഡയറക്റ്റായിട്ട് ഇൻട്രോ മാത്രം ഞാൻ ഡയറക്റ്റായിട്ട് വീഡിയോ എടുക്കുന്നുള്ളൂ. മറ്റ്
മറ്റു വീഡിയോയിൽ ഞാൻ ഡയറക്റ്റായിട്ട് വോയിസ് ഓവർ എടുക്കുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്താ വണ്ടിയിലല്ലേ, അപ്പം അതുകൊണ്ട് ഈ ഒന്നാമത് ഇട്ടായിരിക്കും. പിന്നെ രണ്ടാമത്തെ വെച്ച് കഴിഞ്ഞാൽ വീഡിയോ എടുക്കൂല എന്നല്ല, വീഡിയോ എടുക്കും, പറ്റാവുന്ന സാഹചര്യമാണെങ്കിൽ എടുത്തൊന്നുമില്ല. കാരണം ഇതിലേക്കായിരിക്കും എന്താ ബ്രദറെ വിളിക്കുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ നമ്മുടെ ഫോണിലാണ് വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താ പറ്റാവുന്ന ക്ലിപ്സുകളൊക്കെ ഞാൻ എടുക്കാം. ഓക്കെ. പിന്നെ എൻ്റെ ഫോണിലാണെങ്കിൽ എടുക്കാനും പറ്റത്തില്ല. കാരണം ചെറുതായിട്ട് സ്റ്റോറേജിൻ്റെ കംപ്ലൈൻറ്റ് ഉണ്ട്. പിന്നെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഫോണിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിൽ തന്നെ വീഡിയോ എടുക്കുന്നത്. എല്ലാവരും കിടന്നുറങ്ങാണ്, ആരും എണീറ്റിട്ടില്ല. ഉമ്മ, വാപ്പ, പിന്നെ അതുപോലെ തന്നെ താത്ത, ഭാബി, പിന്നെ എല്ലാവരും കിടന്നുറങ്ങാണ്. ഞാൻ മാത്രം നേരത്തെ എണീറ്റിട്ടുള്ളൂ. ഇപ്പോൾ സമയം 2 മണിയായിട്ടുണ്ട്, 2:09 നമുക്ക് വീഡിയോ എടുക്കാനുള്ളത് കൊണ്ടാണ് ഞാൻ എത്ര നേരത്തെ എണീറ്റിരിക്കുന്നത്. അല്ലെങ്കിൽ ഞാനൊരു 3 മണിക്കാകുമ്പോൾ എണീക്കുള്ളൂ. അപ്പം നമുക്ക് ഫ്രഷ് ആയിട്ട് കാണാം. പിന്നെ ഒന്നുകൂടെ പറയാനാണ്, ഡയറക്റ്റായിട്ട് വോയിസ് ഓവർ കൊടുക്കുന്നില്ല. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിക്കുക കേട്ടോ. ഓക്കെ. ഞാൻ വേഗം പോയിട്ട് റെഡി ആയിട്ട് വരാം. ഓക്കെ. അപ്പോൾ നമുക്ക് റെഡി ആയിട്ട് കാണാം. ഹേ ഗൈസ്, അപ്പോൾ ഞാൻ എന്താ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ ഔട്ട്ഫിറ്റ് കാണിച്ചു തരാം. സോ കാണാൻ പറ്റുന്നതല്ല, എന്താ ഒരു ബനിയൻ പാൻറ്റാണ് ഇട്ടിരിക്കുന്നത്. ഇത്രയും ദിവസം വീഡിയോ എടുക്കാത്തതിൻ്റെ മെയിൻ കാരണം ചുമയാണ്. ഇതുവരെയായിട്ടും മാറിയിട്ടില്ല. പനിയുടെ ഒപ്പം വന്നാണ് ചുമ. പക്ഷെ പനി മാറി, എന്നാൽ ചുമ എന്നെ വിട്ട് പോകൂല എന്നാണ് പറയുന്നത്. മരുന്ന് കുടിക്കാത്ത മരുന്നുകളൊന്നുമില്ല. ഞാനിപ്പോൾ കുരുമുളകും തേനും കൂടെ ചേർത്തിട്ട് കഴിക്കുന്നുണ്ട്. 3 പ്രാവശ്യമായിട്ട് കഴിക്കുന്നുണ്ട്. പിന്നെന്താ ചുമയുടെ മരുന്ന് കഴിക്കുന്നുണ്ട്, ചൂടുവെള്ളം കുടിക്കുന്നുണ്ട്, രക്ഷയില്ല. അപ്പോൾ ഇപ്പോൾ സമയം 2:46 കണ്ടോ. 2:46 സോറി 47 ഒരു 3 മണിക്കാകുമ്പോൾ ഇവിടെ എല്ലാവരും എണീക്കുള്ളൂ. ഞാനിപ്പോൾ നേരത്തെ എണീറ്റിട്ടുള്ളൂ വീഡിയോ എടുക്കാൻ, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പോയിട്ടില്ല. കാരണം പോയിരുന്നു ബ്രദറ് മഞ്ഞപ്പിത്തക്കായിട്ട് വന്നപ്പോൾ ഞാൻ പോയിരുന്നു. ഞാൻ മാസ്ക് വെച്ചിട്ടാണ് പോയിരുന്നത്. ഇപ്രാവശ്യം ആ ടൈം ഞാനും പപ്പയും മാത്രം പോയിട്ടുണ്ടായിരുന്നുള്ളൂ, വേറെ ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ ഏതോ ഒരു തവണ ഭാബിയും ഇത്താത്തയും വാപ്പയും ഉണ്ടായിരുന്നു. ഇത്തവണ അതായത് ഇപ്രാവശ്യം ഉമ്മ, വാപ്പ, ഞാൻ, ഭാബി, ഉമ്മി, ഇത്താത്ത ഒക്കെ ഉണ്ട്. ഞാൻ അത്ര മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് മുടി വാരി സാധാ പിന്നിട്ട് മെടഞ്ഞ് ഇട്ടിട്ടുള്ളൂ. കാരണം വന്നു കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല എത്ര മണിയാവുന്നത്. ഞാൻ വന്ന അപ്പം തന്നെ കിടന്നുറങ്ങാൻ്റെ പ്ലാൻ. പിന്നെ അതുകൊണ്ട് ഞാൻ മെടഞ്ഞിട്ടിട്ടുള്ളൂ. പിന്നെ ജസ്റ്റ് കൺമഷി ഇട്ടിട്ടുണ്ട്, അത്ര തന്നെ. പെർഫ്യൂമൊന്നും അടിച്ചിട്ടില്ല. വാപ്പി ഇഞ്ചിട്ടുണ്ട്, ഇഞ്ചിട്ടില്ല. വാപ്പ എൻ്റെ ശബ്ദമൊക്കെ കേട്ടാൽ പിഞ്ചത് കേട്ടോ. ഇക്കടന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നാട്ടിൽ എയർപോർട്ടിൽ ഒരു 4 മണിക്കാകുമ്പോഴത്തും. പിന്നെ ലഗേജൊക്കെ നോക്കണ്ടേ. അപ്പം അതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഒരു 4:30 ആവും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ. അതാണ് ഞാൻ പറഞ്ഞത്, 4:30 ആകുമ്പോൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ. അപ്പം നമുക്ക് പോയിട്ട്
വന്നിട്ട് കാണാം. ലൈക്ക് വന്നിട്ട് കാണാൻ പറയാൻ പറ്റില്ല, നമുക്ക് പോണ വിശേഷങ്ങളൊക്കെ ചെറുതായിട്ട് ഞാൻ ക്ലിപ്സ് എടുത്തിട്ട് അങ്ങനെ. ഓക്കെ, ഗൈസ് ഞാൻ ഓൾറെഡി ഇൻട്രോ പറഞ്ഞതാണ്, അതുകൊണ്ട് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഇൻട്രോ കൊടുക്കുന്നില്ല. പിന്നെന്താ, പിന്നെ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ഈ ഒരു വീഡിയോ അപ്ലോഡ് ആക്കാൻ വേണ്ടിയിട്ട്. പറയുകയാണെങ്കിൽ ചിലപ്പോൾ ഒന്നും കൂടെ ലേറ്റ് ആയിന്ന് വരും. കാരണം വേറെ ഒന്നുകൊണ്ടല്ല, ഞാൻ എഡിറ്റ് ചെയ്യുന്നതും വീഡിയോ പിടിക്കുന്നതും മഴ ഫോണിലാണ് ഞാൻ പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ മഴ ഫോൺ എപ്പോഴും ഫ്രീ ആയിന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉമ്മ ചോദിക്കുമ്പോൾ നമ്മൾ ഫോൺ, അതായത് ഈ ഫോൺ കൊടുക്കേണ്ടി വരും. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഞാനൊക്കെ നേരത്തെ എണീറ്റ് റെഡിയായി. പിന്നെ ബാബിയും ഉമ്മയും ഉണ്ണിയൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ വാപ്പയൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത്താത്ത പുള്ളിക്കാരി എനിക്ക് കുറച്ച് ലേറ്റായി. പിന്നെ പറയുകയാണെങ്കിൽ ഞാനും ഉമ്മയും ബാപ്പയും ബാബിയൊക്കെ റെഡിയായി കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളെ വീടിൻ്റെ ഗേറ്റിനോടൊക്കെ വണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളോട് ഉമ്മ പറഞ്ഞു, ഞങ്ങൾ പോയി വണ്ടിയിൽ ഇരുന്നോ, ഞങ്ങൾ വന്നോളാന്ന് പറഞ്ഞ്. അപ്പോൾ ഞാനും ബാബിയും വണ്ടി കയറി ഇരുന്നപ്പോൾ തന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ അവരും വന്നു. അവർ വന്നേക്കാട്ടി മുൻപ് മഴ ഫോണിലേക്ക് കോൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു എന്ന് പറഞ്ഞിട്ട്. ഞങ്ങളെല്ലാവരും കൂടെ വണ്ടി കയറി ഇരുന്ന് നേരെ എയർപോർട്ടിലേക്ക് വിട്ട്. ഇത് പറയാലോ, ഇക്കാക്ക വരുന്നതിൽ ഉമ്മാക്കും വാപ്പാക്കും ബാബിക്കും ഇത്തത്താക്കും എനിക്കും എല്ലാവർക്കും എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. പക്ഷെ കൂടുതൽ എക്സൈറ്റ്മെൻറ്റ് എനിക്കാണ് കേട്ടോ. അത് വേറെ ഒന്നുകൊണ്ടല്ല, എല്ലാവർക്കും എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു, പക്ഷെ കൂടുതൽ എക്സൈറ്റ്മെൻറ്റ് എനിക്കാണ്. അത് വേറെ ഒന്നുകൊണ്ടല്ല, എയർപോർട്ടിൽ പോവാമല്ലോ, പിന്നെ ഇക്കാക്കാരെ കാണാമല്ലോ, പിന്നെ കുറച്ച് ചോക്ലേറ്റ് കിട്ടുമല്ലോ, പിന്നെ നമ്മൾ പറഞ്ഞ സാധനങ്ങളൊക്കെ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് പറയാൻ വേണ്ടി വിട്ടുപോയി. കാക്ക വന്ന ഫ്ലൈറ്റ് ആകാശ് എന്ന് പറയുന്ന ഫ്ലൈറ്റിലായിരുന്നു കാക്ക നാട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഗൈസ് ഇതാ വരുന്ന ആളാണ് എൻ്റെ ബ്രദർ. കാക്ക നേരെ ചെന്നെടുത്തത് ഉണ്ണിനായിരുന്നു. ആദ്യം അവള് കാക്ക അടുത്തേക്ക് ചെല്ലാനായിട്ടൊരു മടി കാണിച്ചെങ്കിലും പിന്നെ അവൾ ഓക്കെ കേട്ടോ. പിന്നെ ഗൈസ് ഞങ്ങൾ നൈസായിട്ടൊന്ന് മൂഞ്ചിയിട്ടുണ്ട് കേട്ടോ. അത് വേറെ ഒന്നുകൊണ്ടല്ല, ഞങ്ങൾ എയർപോർട്ടിലെത്തലും ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ കട ഫോൺ വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആ ടൈമിൽ ഞങ്ങളോട് ഹലോ എന്നാണ് കേട്ടോ കാക്ക പറഞ്ഞു തരുന്നത്. ഞങ്ങളിട്ട് ഹലോ കാക്കയോട് ചോദിച്ചു എവിടെയാണെന്ന് ചോദിച്ചു. അപ്പോൾ ഇതൊന്നും കേൾക്കുന്നില്ല. എനിക്ക് തോന്നുന്നു ഒന്നാമത് ആ ടൈമിൽ നല്ല മഴ ഉണ്ടായിരുന്നു, പിന്നെ റേഞ്ചിൻ്റെ ഇഷ്യൂ ആണെന്ന് തോന്നുന്നു. ഞങ്ങൾ അങ്ങോട്ട് സംസാരിക്കുന്നുണ്ട്, പക്ഷെ അത് പുള്ളിക്കാർ കേൾക്കുന്നില്ല. എന്നിട്ട് കക്കയുടെ ഫോൺ കട്ട് ചെയ്തിട്ട് വീണ്ടും കക്കയുടെ ഫോണിലേക്ക് വിളിച്ച്. എന്നിട്ട് ഞങ്ങൾ ചോദിച്ചു എവിടെയാണെന്ന് ചോദിച്ചു. കാക്ക ഇങ്ങോട്ട് ചോദിച്ചു എവിടെയാണെന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു എയർപോർട്ടിലെത്തിയിട്ടുണ്ട്. കാക്കയോട് ചോദിച്ചു ഉമ്മ നീ എവിടെയാണെന്ന് ചോദിച്ചു. അപ്പോൾ കാക്ക പറഞ്ഞു ഞാൻ പുറത്തേക്ക് ഇറങ്ങിയെന്ന് പറഞ്ഞു. അപ്പോൾ ഉമ്മ ഇന്ന സ്ഥലത്തുണ്ട്, ഞങ്ങളുടെ അടുത്തേക്ക് പോകാമെന്ന് പറഞ്ഞു. അടുത്തേക്ക് പോവാ മീൻസ് ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് വരാനിട്ട് ഞങ്ങൾ ഉദ്ദേശിച്ചത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്കാക്ക ഞങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് ഉണ്ണിനെ എടുത്തിങ്ങായിട്ട് ഞങ്ങളോട് ആദ്യം തന്നെ പറഞ്ഞത് വിശക്കണമെന്നാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഫ്ലൈറ്റൊന്നും കിട്ടിയില്ല എന്നൊന്നും എനിക്കറിയില്ല. പിന്നെ അപ്പം ഞങ്ങൾ ചോദിച്ചു എയർപോർട്ടിലൊന്നും ഉണ്ടായിരുന്നില്ലേ, കോഫി ഷോപ്പൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അവിടെ നിന്നൊന്നും ഉണ്ടായിരുന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഇക്കാക്ക പറഞ്ഞ് ഉണ്ടായിരുന്നു, പക്ഷേ നാട്ടിലത്തെ ഒരു ചായക്ക് നാട്ടിലത്തെ 300 രൂപ എങ്ങാണ്ടാന്നാണ് പറഞ്ഞത്. കറക്റ്റായിട്ട് എനിക്കറിയില്ല, അങ്ങനെ പറഞ്ഞ പോലെ തോന്നി. അതുകൊണ്ട് ഇക്കാക്ക അവിടെ നിന്ന് ചായ കുടിച്ചില്ല. പകരം ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് കുറച്ചങ്ങോട്ട് നീങ്ങുമ്പോൾ തന്നെ ഒരു പെട്ടിക്കടയുണ്ട്. ആ പെട്ടിക്കടയിൽ നിന്ന് ഒരു ചായയും ഒരു പപ്പടവടയും കഴിച്ചു കേട്ടോ. അറിയാലോ ഇക്കാക്കക്ക് മാത്രമല്ല കേട്ടോ, ആ ടൈമിൽ വിശപ്പുണ്ടായിരുന്നു. എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. എൻ്റെ കുടൽ കരിഞ്ഞിട്ടാണെങ്കിൽ തണ്ടക്കും തള്ളക്കും വിളിക്കായിരുന്നു, അത്രയ്ക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. എനിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഞാനും ചായ കുടിച്ച്, ഞാൻ ചായ പറയണ്ട വെച്ചാൽ പിന്നെ പറയാൻ ഒന്നും നിവർത്തിയില്ല, നല്ല വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ചായയും ഒരു പപ്പടവടയും കഴിച്ചു. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ പുറത്തൊക്കെ നല്ല വെളിച്ചമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടൈമിൽ 6 മണിക്കായിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും നല്ലോണം വെളിച്ചം വന്നിട്ടുണ്ടായിരുന്നു. അത് പറയാലോ, ഞാൻ പറഞ്ഞല്ലോ ഇക്കാക്ക വരുന്നത് കൂടുതൽ എക്സൈറ്റ്മെൻറ്റ് എനിക്കെന്ന കാര്യം. അതുകൊണ്ട് തന്നെ എൻ്റെ നേരത്തെ റെഡി ആയിട്ട് വന്നു.
പറയാലോ, അന്ന് ഞാൻ എന്നോട് എന്ത് ചോദിച്ചിട്ടാ, നീ കോളേജിലെ ടൈമിൽ ഇത്ര നേരത്തെ എണീച്ച് റെഡി ആവാറില്ലല്ലോ എന്ന്. ഒക്കെ വന്നത് എന്താണെന്ന് തോന്നുന്നു. നാട്ടിൽ നല്ല മഴയുണ്ട്, അതുപോലെ തന്നെ 4 ദിവസം കണ്ട് അവധി കിട്ടിയിട്ടുണ്ട്. 4 ദിവസം മീൻസ് ശനി ഞായർ തിങ്കൾ ചൊവ്വ 4 ദിവസം അവധിയായിരുന്നു. അറിയോ? നിങ്ങൾ വിചാരിക്കും നിങ്ങൾക്ക് ശനിയാഴ്ച ക്ലാസ് ഉണ്ടാവുമെന്ന്. കോളേജുകാർക്ക് അങ്ങനെ ശനിയാഴ്ച ക്ലാസ് വെക്കാറില്ല. ഇനി എങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ. പിന്നെ കഴിച്ച് ഞാൻ ഇത്രയും വീഡിയോ മാത്രം പിടിച്ചിട്ടുള്ളൂ. കാരണം ഞാൻ നല്ലോണം ടയേർഡായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വീഡിയോസ് വന്നപ്പോൾ തന്നെ അപ്പം തന്നെ കിടക്കാണ് കേട്ടോ ചെയ്തത്. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് അപ്പം തന്നെ കിടന്നുറങ്ങിപ്പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ ഞാൻ ഇത്രയും പിടിച്ചിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ലവ് യു ആൻഡ് ബൈ. അപ്പോൾ ഓക്കേടാ, ബൈ. അസ്സലാമു അലൈക്കും.